10 കൊല്ലം കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജിയെ വിശ്വസിച്ച് ജനങ്ങളിൽ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു ഇക്കണോമിക് വിഷൻ മുമ്പോട്ട് വെച്ച് നാട് നന്നാവും എന്ന ഒരു ലക്ഷ്യം, നാടിന്റെ ഇക്കോണമിനെ ശക്തമാക്കും എന്നൊരു ലക്ഷ്യം മുമ്പോട്ട് വെച്ച് ഓരോരോ കൊല്ലം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഇക്കോണമിനെ ശക്തമാക്കി. എവിടെയായിരുന്നു 5ാമത്തെ ദുർബലമായ ഇക്കോണമി? ഇന്ന് എവിടെയാണ്? 4ാമത്തെ ഇക്കോണമി, ഗ്ലോബലി 4ാമത്തെ ഇക്കോണമി. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോത്ത് ഇക്കോണമിയാണ് ഇന്ത്യ ലോകത്തിൽ. അപ്പൊ ആ വ്യത്യാസം ഒരു മാജിക് അല്ല, ആ വ്യത്യാസം രാഷ്ട്രീയമല്ല, ആ വ്യത്യാസം ഒരു ഒരു വാഗ്ദാനം മാത്രം പറഞ്ഞിട്ടല്ല, അധ്വാനം, കാഴ്ചപ്പാട്, സിസ്റ്റമാറ്റിക് ആയിട്ട് 5, 6, 7 കൊല്ലമായിട്ട് അധ്വാനിക്കുന്ന ആ വിഷന് നടപ്പിലാക്കാൻ, ആ വിഷന് യാഥാർത്ഥ്യമാക്കാൻ പണി ചെയ്ത ഒരു പ്രധാനമന്ത്രിയും ഒരു സർക്കാരാണ്. ഈ ബഡ്ജറ്റിൽ ഇപ്പോ ഇവിടുത്തെ സർക്കാർ പറയുന്നു, കേരളത്തിനൊന്നും കിട്ടിയില്ല. 10 കൊല്ലം UPA ഭരിച്ചപ്പോൾ 42,000 കോടിയാണ് ഈ സംസ്ഥാനത്തിന് കിട്ടിയത്. നരേന്ദ്രമോദി ഭരിച്ച 10 കൊല്ലം 1,82,000 കോടിയാണ് കേരള സംസ്ഥാനത്തിന് കിട്ടിയത്. ഒന്നും കിട്ടുന്നില്ല. എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കഴിവില്ലായ്മയും ഇൻകോമ്പറ്റൻസും അനാസ്ഥയും വിവാദങ്ങളെ രാഷ്ട്രീയം ചെയ്യുമ്പോൾ വികസനം നടക്കില്ല. വികസനം വേണമെങ്കിൽ ഒരു ആത്മാർത്ഥമായ ഒരു കാഴ്ചപ്പാടുള്ള സർക്കാർ വേണം, ഒരു കരുത്തുള്ള സർക്കാർ വേണം. അത് ഒരു മാജിക് അല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ നിതിൻ നബീൻജി ഏറെ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ബീഹാറിലാണ്. പണ്ട് കാലത്ത് ബീഹാറിനെ കുറിച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്? ബീമാറു സ്റ്റേറ്റ് ആണ്. ഇന്ന് 3 തവണ 4 തവണ ഇന്ത്യയെ അവരൊരു മാൻഡേറ്റ് കൊടുക്കുന്ന ജനങ്ങൾ. കാരണം പണ്ട് കാലത്ത് ഗരീബി ഹട്ടാവോ ഒരു മുദ്രാവാക്യമായിരുന്നു. ഇന്ന് ഇന്ത്യ ചെയ്യുന്നത് ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. 25 കോടി ജനങ്ങളെ ഗരീബിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇതൊരു, ഞാൻ പറഞ്ഞല്ലേ, ഒരു മാജിക് ഒന്നല്ല. ഇതിന് അധ്വാനിച്ച് അതിനുവേണ്ടി പൊളിറ്റിക്കൽ വിഷൻ, ഇക്കണോമിക് വിഷൻ, പോളിസീസ് എല്ലാം ഉണ്ടാക്കി ഇംപ്ലിമെന്റ്